ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. വിചാരിക്കാണ്ട് കുറേ യാത്രകളൊക്കെ വേണ്ടി വന്ന ഒരു ദിവസമാണ്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും പോരെ ഇന്നത്തെ ഒരു ദിവസം കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ എണീറ്റ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തോമുട്ടൻ്റെ കുളി കഴിഞ്ഞ് വന്നു. അപ്പോൾ തോമുട്ടൻ്റെ മുടി വെട്ടാറായെന്ന് കുറേ പേര് പറഞ്ഞു. അപ്പോൾ ഈ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വെട്ടാന്ന് വെച്ചിട്ട് ഉണങ്ങുമ്പോൾ കയറും, നനയുമ്പോഴാണ് കുറേ കൂടി ഇറങ്ങണത്. കാരണം ഇനി പുതിയ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ പോണതിന് മുമ്പ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം നാളത്തോടു കൂടി, അതായത് ഇന്ന് ബുധനാഴ്ചയോട് കൂടിയിട്ട് ഫസ്റ്റ് സ്കൂളെന്ന് തോമു ഇവിടെ പറയുകയാണ്. എന്താ പറയുക, സന്തോഷം നിറഞ്ഞ ഒരു വർഷമാണ്. അവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഫസ്റ്റ് സ്കൂള്. പാച്ചു കണ്ടിന്യൂ ചെയ്യും. ചാക്കോച്ചൻ്റെ കാര്യം ഉറപ്പിച്ചിട്ടില്ല, കുറച്ചുകൂടി ഒന്ന് കഴിഞ്ഞിട്ടാവാമല്ലോ എന്ന് വിചാരിച്ചു. 2 വയസ്സായിട്ടില്ലല്ലോ. അങ്ങനെ ഇന്നതേ പോകണു. പിന്നെ നാളെ, അതായത് ബുധനാഴ്ച വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്നായിരിക്കും പാച്ചു തോമുവിൻ്റെ ലാസ്റ്റ് ഡേ. അതുപോലെ പാച്ചുവിൻ്റെ സമ്മർ വെക്കേഷൻ കഴിയാണ് കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ യാത്രയായി. അപ്പോൾ അവർ പോണോട് കൂടിയിട്ട് ഇന്നും അതെ പാച്ചുവിന് ചെറിയൊരു സങ്കടമായിരുന്നു അമ്മയെ കാണാണ്ട്. അപ്പോൾ അമ്മേനെ ഇന്ന് കൊണ്ടുവന്നേ ഇല്ല. ഡിവൈനാണ് വണ്ടിയിൽ കയറ്റിയതും ഒക്കെ കേട്ടോ. അപ്പോൾ കാണുമ്പോഴാണ് ഇപ്പോൾ ഒരു ചെറിയൊരു കിണുക്കം. കാറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇല്ല, അല്ലെങ്കിൽ അമ്മ കൂടെ വരണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ആലോചിക്കും, ഞാൻ കുഞ്ഞിലെ ഇങ്ങനെയായിരുന്നു എന്ന് പറയണ കേട്ടിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അമ്മച്ചി വേണമെന്ന് പറഞ്ഞിട്ട് കരയുന്നു കേട്ടോ. ഇതുവരെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ട് ഉണ്ടായതാട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ഫാമിലി ഇതെങ്ങനെ പോണത്. അപ്പോൾ ഡിവൈൻ പറയായിരുന്നു, ഞാൻ ഇവരെ കാണാറുണ്ട്, കൊച്ചിനെ അതിൻ്റെ അടിയിൽ തൊട്ടിൽ കെട്ടിയിട്ടാണ് കിടത്തുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനതിങ്ങനെ കൗതുകത്തോട് നോക്കിയത്. ഒരു ചെറിയൊരു മോളും മോനും കുഞ്ഞൊരു ഒരു ഉണ്ണിയും കയ്യിലിട്ടോ. അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ നമ്മുടെ മക്കളൊക്കെ എത്ര ഭാഗ്യം ചെയ്ത കുട്ടികളാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്ന് ഡൗൺ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. വേറെ ഒന്നുമല്ല, ഡാഡി വന്നിട്ട് ഇവർ 3 പേരും കൂടിയിട്ട് വന്ന് ടെറസിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ 2-3 ദിവസമായി പടപടപടേന്നുള്ള ഒച്ചയും ബഹളമൊക്കെ കേൾക്കണം. അത് കൂടാണ്ട് നമ്മളുടെ മറ്റേ എന്തോ ജിപ്സം ബോർഡ് എന്നിട്ട് പറയുക, അത് സംഭവം അടിച്ചിട്ടുണ്ട്, നമ്മുടെ ഇതുണ്ട്. അപ്പോൾ അവിടെ LED ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം താഴേക്ക് വരണം. അപ്പോൾ ഈ വെള്ളം താഴേക്ക് വരും. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല. അപ്പോൾ പിള്ളേർ 3 പേരുള്ള കാരണം അവരുടെ കയ്യിൽ വാട്ടർ ബോട്ടിലും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ വല്ലതൊക്കെ ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ അകത്തേക്ക് കയറി വരുമ്പോൾ മിനിയാന്നോ 4 നാൾ അങ്ങോട്ട് ഡിംപിളും ഡാഡിയും പുറത്ത് പോയിട്ട് വരുമ്പോൾ പറഞ്ഞു, അകത്ത് എന്തോ ഒരു ഭയങ്കര മണം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഒക്കെ ഈ ഡയപ്പറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന കാരണം അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ ഞാനിത് എവിടെ നിന്ന്, അപ്പോൾ ഡിംപിൾ പറഞ്ഞു, ഭയങ്കര മൂത്രത്തിൻ്റെ മണമാണല്ലോ, ഞങ്ങൾ പോകുമ്പോൾ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ വെള്ളമെന്ന് പറഞ്ഞിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു, തുണി അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്, ആ തുണി അവിടെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ കാലുകൊണ്ടാണ് ഇങ്ങനെ തട്ടുക, എനിക്ക് കുമ്പിടാൻ പറ്റാത്ത തന്നെ കാലുകൊണ്ട് തട്ടുക. അപ്പം ഞാൻ അതാവോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ അവിടെ നിന്നാണ് മൂത്രത്തിൻ്റെ മണം. നോക്കിയപ്പോൾ വേറെ ഒന്നുമല്ല, അപ്പുറത്തെ നോബിളിനോട് സിബിയോടും ചോദിച്ച് മറ്റേ CCTVൻ്റെ അവിടെ അതിൽ കൂടെ നോക്കിയപ്പോൾ കണ്ടത് മരപ്പെട്ടി കയറുന്നുണ്ട്. നമ്മുടെ വെൻറ്റിലേറ്ററിൽ കൂടെ മരപ്പെട്ടി കയറിയിട്ട് നമുക്ക് കാണില്ല, ഇതിൻ്റെ ഇടയിലാണ്. അപ്പോൾ അവിടെ നിന്ന് മൂത്രം ഒഴിച്ചപ്പോഴാണ് ഈ അകത്തേക്ക് വന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും നെറ്റിട്ട് മൂടിയിട്ടില്ല. അപ്പോൾ അത് എന്തായാലും ചെയ്യണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് മുകളിൽ കയറി കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഡോണും ഡാഡിയും ഡിവൈനും കൂടിയിട്ടാണ് കയറിയത് കേട്ടോ. അപ്പോൾ 3 പേരും കൂടി കയറി മറ്റേ ഇതിൻ്റെ താഴത്തൊക്കെ കുറേ പൊടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു, നമ്മളുടെ സോളാറിൻ്റെ അടിയിൽ. ആ സംഭവങ്ങൾ മുഴുവൻ നീക്കി. പിന്നെ നമ്മുടെ ഇലകൾ കുറേ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി. കാര്യം ഇനി ഇവിടെ അങ്ങോട്ട് നല്ല മഴയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മഴ സാധ്യതയുള്ള സാധനങ്ങൾ ഒക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഡിവൈൻ്റെ താഴേക്ക് ഇറങ്ങി വന്നു. ഷമാം ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുടിച്ചപ്പോൾ അതുവരെ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ താഴത്ത് കിടന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ ഡിംപിൾ കിച്ചണിൽ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളും, അപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും. അപ്പോൾ ഉച്ചയോട് കൂടിയിട്ട് ഡാഡി ഫസ്റ്റ് പോയി വന്നതോട് കൂടിയിട്ട് വേഗം സാധനങ്ങൾ പാക്ക് ചെയ്യാനായിട്ട് എടുത്തതാണ് കേട്ടോ. ഇതിങ്ങനെ ഒരേ വളകൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പൈപ്പ് വള, ഇത് നവരത്നത്തിൻ്റെ വള. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ കാണാപ്പാടാണ്. എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്കറിയാം. ഇത് കുഞ്ഞ് തള പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടമാനം സാധനങ്ങൾ എടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇത് റീപ്ലേറ്റിങ് കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ഓർണമെൻറ്റ്സ് കളർ പോയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ കണ്ട തള, ഈ വള, ഇത് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കളർ പോയിട്ട് തിരിച്ചയച്ചിട്ട് രണ്ടാമത് റീപ്ലേറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്
പാക്ക് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് പുതിയതാണ് കേട്ടോ. അല്ലാണ്ട് അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് പുതിയതാണ്, അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇത് സാൻഡ് സ്റ്റോൺ, ഇതിൻ്റെ സെറ്റ് ഒരെണ്ണം പോയതാണ്. ഇത് കുഞ്ഞു മാല, നിങ്ങൾക്കറിയാലോ, നേരിയ മാല, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പേളിൻ്റെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ശരിക്കും നല്ല കഴുത്തിറങ്ങി കിടക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ളൊരു മാലയാണത്. അങ്ങനെ ഇതാ ഡിംപിൾ അവിടേക്ക് എന്താ പറയുക, ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങണത് കണ്ടു കേട്ടോ. അപ്പോഴാണ് ചെന്ന് നോക്കിയപ്പോൾ പാടുണ്ട്, കാൽപ്പാടുണ്ട്. അപ്പോൾ പൂച്ചയുടെ അല്ല, ഇതിൻ്റെ ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒച്ചയൊന്നും കേട്ടില്ല, കാരണം ഇവർ തട്ടലും മുട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ ഒച്ചയൊന്നും കേട്ടില്ല. അങ്ങനെ എല്ലാവരുടെയും ഊണ് കഴിഞ്ഞതിന് ശേഷം ഞാനും കഴിക്കാനിരുന്നു. അങ്ങനെ ഊണ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. കാരണം ഈ വീടിൻ്റെ ചുറ്റുമുള്ള നെറ്റ് ഒന്ന് വാങ്ങിക്കണം. അത് കൂടാണ്ട് നമ്മളുടെ കിച്ചൺ കബേർഡിൻ്റെ ഹാൻഡിലുകൾ കുറേയൊക്കെ പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട് പണി കഴിഞ്ഞ വീടാണല്ലോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്, കുറേ പേർക്കൊക്കെ അറിയാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുമ്മ ഹാൻഡിലുകളൊക്കെ വേറെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയമാണ് അത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഈ സ്പൂണും ഫോർക്കും നൈഫും. കണ്ടമാനം പേര് ചോദിക്കാറുണ്ട് നിങ്ങളുടെ കിച്ചൺ കബേർഡിൻ്റെ ഹാൻഡിലുകൾ എവിടെ നിന്നാണ്. അപ്പോൾ നമ്മളതൊക്കെ അന്ന് അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അന്ന് നാട്ടിലൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് വാങ്ങിക്കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു 28 എണ്ണം അങ്ങോട്ട് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് ഫുൾ ഫിറ്റ് ചെയ്തു. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ പതുക്കെ ഓരോന്നിൻ്റെ ഇപ്പം നൈഫിൻ്റെ ഒന്നും പറ്റിയില്ല. ഫോർക്കിൻ്റെ നടുവിലത്തെ ആ കമ്പി പൊട്ടിയിട്ട് ചിലത് കയ്യിൽ നിന്ന് ഊരി പോന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മളെന്നാൽ ഏകദേശം അങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് 2-3 ഷോപ്പിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയതാട്ടോ. പക്ഷേ അങ്ങനത്തെ കിട്ടിയില്ല. അപ്പോൾ ഫുൾ കിട്ടിയില്ലെങ്കിൽ ഒരു 10 എണ്ണം കിട്ടിയാൽ മതിയായിരുന്നു എന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇതിപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മോളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. എല്ലാതും ഉണ്ട് കേട്ടോ. ശരിക്കും ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിടെ നിന്നൊന്നും കിട്ടിയില്ല കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ നന്ദിലത്തിലേക്കാണ് വന്നത്. വേറെ ഒന്നുമല്ല, ഒരു ഹീറ്റർ വാങ്ങിക്കാൻ, ഇൻസ്റ്റൻറ്റ് വാട്ടർ ഹീറ്റർ വാങ്ങിക്കാനായിട്ട്. കാരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഭയങ്കര മഴയാണ്. അപ്പോൾ സോളാറിൻ്റെ ഒരു തുള്ളി വെള്ളം വരുന്നില്ല, ചൂടുവെള്ളമില്ല, തണുത്ത വെള്ളമാണ് വരുന്നത്. അപ്പോൾ എനിക്കാന്ന് വെച്ചാൽ എങ്ങനെ പറഞ്ഞാലും രാത്രിയാകുമ്പോൾ ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് കിടന്നാലാണ് എനിക്കൊരു സ്വസ്ഥതയുള്ളത്. അത് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലം, രാത്രി കുളിക്കുക എന്നുള്ളത്. എങ്ങനെ കുളിച്ച് വന്നാലും രാത്രി എനിക്ക് കിടക്കുമ്പോൾ ഒന്ന് കുളിക്കണം. അത് ചൂടുവെള്ളത്തിലായാൽ സന്തോഷം, അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ 2 ബക്കറ്റിലായിട്ട് വെള്ളം എടുത്തുകൊണ്ടിരുന്നുണ്ട്. അപ്പോൾ ഡാഡിയും പിള്ളേരും പറഞ്ഞു ഇനി അത് വേണ്ട. അപ്പോൾ എനിക്ക് സെർവൻസ് കിച്ചണിൽ, അതായത് ബാക്കിൽ ബാത്റൂമിൽ എനിക്കൊരു ഹീറ്റർ ഉണ്ട്. പക്ഷേ ഇനി അവിടെ നിന്നും ഈ വെള്ളം താങ്ങി പിടിച്ചിങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഒരു ഇൻസ്റ്റൻറ്റ് വാട്ടർ ഹീറ്റർ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നന്ദിലത്തിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേണൂസിലേക്ക് പോകണം. അപ്പോൾ പോണതിൻ്റെ ഇടയിലായിട്ട് ഞങ്ങൾ ബെസ്റ്റിലേക്ക് ഒന്ന് കയറി. ബെസ്റ്റിൽ മെയിനായിട്ട് കയറിയത് നിങ്ങൾക്കറിയാം, ഞാൻ ഫ്രൈംസ് കുട്ടികളെ പറ്റിക്കാനായിട്ട് എപ്പോഴും വറുത്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചവരിപ്പപ്പടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വാങ്ങിക്കണം. പിന്നെ പാസ്ത ഞാൻ ലൂസ് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുക ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് നാളെ ഞാൻ പറഞ്ഞില്ലേ ഫൈനൽ ഡേ ആണ്. അപ്പോൾ അതിന് അവർക്കൊരു പാർട്ടി പോലെയുണ്ട്. അപ്പോൾ കുറച്ച് ജ്യൂസും കാര്യങ്ങളും വാങ്ങിക്കാമെന്ന് വെച്ചാൽ അതിനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ബെസ്റ്റിൽ പോയത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് സ്വീറ്റ്സും വേറെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അന്തോണീസ് പുണ്യാളൻ്റെ അതിലേക്ക് അവിടെ പോയി അവിടുത്തെ ആ കടയിൽ നിന്ന് കൂടി വാങ്ങിക്കാൻ വെച്ചാൽ. പക്ഷേ അവിടെ നിന്ന് തൊട്ട് മഴയുണ്ട്, നിറച്ച് വണ്ടികളും. അപ്പോൾ ഒരു നിലയ്ക്കും പാച്ചുനിയും കൊണ്ട് അവിടെ ഇറങ്ങിയിട്ട് കയറാൻ പറ്റില്ല, വണ്ടി ഇടാനേ പറ്റില്ല, അത്ര തിരക്കുന്ന ചൊവ്വാഴ്ചയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറാണ്ട് ഞങ്ങൾ വേഗം ആലപ്പാട്ട് ഏജൻസിയിൽ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ജ്യൂസ് വാങ്ങിയത് കേട്ടോ. ഇവിടെ നിന്ന് സ്വതവേ നിങ്ങൾക്കറിയാം മെഴുകുതിരിയും ജ്യൂസ് സോഡ അതൊക്കെ ഇവിടെ നിന്നാണ് ഞാൻ സ്ഥിരം വാങ്ങിക്കുക. നല്ല സാധനമാണ്, ഹോൾസെയിൽ റേറ്റുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിതാ ലൂർദ് പള്ളി വഴി പോയി. അപ്പോൾ ഞാൻ സീമാസിലും കൂടി ഒന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കൊടും മഴ കാരണം എവിടെ ഇറങ്ങിയില്ല. കാരണം കുട്ടികളെയും കൊണ്ട് മോനെയും കൊണ്ട് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. വെറുതെ അല്ലെങ്കിലും എനിക്കും അതെ, ചുമയുണ്ട്, എല്ലാവർക്കും അതെ. ഇപ്പോഴത്തെ തിരിച്ച് വന്നപ്പോൾ ഡിവൈൻ ഒട്ടും വയ്യാണ്ടായിരിക്കണേ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് വന്നു. സാധാരണ ഇങ്ങനെ പോരുമ്പോഴാണ് ആ ഫ്രൂട്ട്സ് ഷോപ്പിൽ കയറിയിട്ട് ഫ്രൂട്ട് കട്ട്സ് വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇന്ന് അതിനും മെനക്കെട്ടില്ല. ബിസ്മിയിൽ കയറണമെന്നുണ്ടായിരുന്നു, അതും കയറിയില്ല. അങ്ങനെ നേരെ വേണൂസിൽ കയറി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കണ്ണാട സ്റ്റൈലിന് വെച്ചേക്കണത്, അല്ല കേട്ടോ. ഞാൻ ഈ AC ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ണാട വെക്കുന്നവർക്കറിയാം കണ്ണിലേക്ക് ഈ ആവി ഉണ്ടാവും, അപ്പോൾ കണ്ണ് കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ കയറ്റി വെച്ചതാണ്. അപ്പോൾ ഞാൻ ഡിംപിളിത് വീഡിയോ എടുക്കുന്നത് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതാണ് കേട്ടോ, നിങ്ങൾ സ്റ്റൈലിന് ഞാൻ വെച്ചതാണെന്നൊന്നും വിചാരിക്കായിരിക്കും, എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമില്ല.
അങ്ങനെ ഞങ്ങളിതാ വേണൂസിലേക്ക് കയറി. ഞാൻ പറഞ്ഞില്ലേ ഡോൺ ഇവിടേക്കാണ് വിളിച്ചപ്പോൾ നമ്മൾ എ സിയും ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. നന്ദിലത്തും വേണൂസ് ഈ 2 സ്ഥലത്തു നിന്നാണ് നമ്മൾ മാറി മാറി എല്ലാ സാധനങ്ങളും വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാച്ചുവിന് ഭയങ്കര അത്ഭുതം. പാച്ചു ഇങ്ങനെ നോക്കുക, ഫ്രിഡ്ജുകൾ നിറച്ച് ഫ്രിഡ്ജ്. അപ്പോൾ അവൻ ഇങ്ങനെ ഓരോന്ന് തുറന്നിട്ട് പറയാം, ഭയങ്കര ക്ലീൻ ആയിട്ടുണ്ടല്ലോ, നീറ്റാണല്ലോ, കാരണം അതിനകത്തൊന്നും ഇല്ലല്ലോ. അങ്ങനെ അവന് ഭയങ്കര എനിക്ക് തോന്നുന്നു ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല, വേണൂസിൻ്റെ ഫോണിൻ്റെ ഷോറൂമിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് അവൻ ഓരോ ഫ്ലോറിലും ഓരോ ടി വി കണ്ടപ്പോൾ അത് ഭയങ്കര അത്ഭുതം. തൊട്ട് നോക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഇതുവരെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ വി ഗാർഡിൻ്റെ അങ്ങടെ വാങ്ങിച്ചേക്കണം കേട്ടോ. അപ്പോൾ വാങ്ങി ഇന്നിപ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ അവിടെ നോക്കിയത് ക്രോംപ്ടൺ ഗ്രീവ്സും വി ഗാർഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഡോൺ ഇവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോണിൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങളിത് നമ്മളുടെ ഒരു ഫാമിലിയെ കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു ഫാമിലിയാണ്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിലൊക്കെ പറയണ പോലെ ഇതിൽ മോൾ ഏതാ മരുമകൾ ഏതാന്ന് മനസ്സിലാവാത്ത നല്ലൊരു ഫാമിലി. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ആര് നമ്മളെ കണ്ടാലും ഒന്ന് ചിരിച്ചിട്ട് അങ്ങോട്ട് തിരിയും. പക്ഷേ ഇവിടുത്തെ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡീനെ കണ്ട വഴിക്ക് അയ്യോ നമ്മുടെ പാച്ചൂട്ടൻ്റെ ഫാമിലിയിലത്തെ ആണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ കണ്ടതും ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഞാൻ കണ്ണാറയിലാണ് വീടെന്ന് പറഞ്ഞു. അപ്പോൾ ഫാമിലിയോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടാട്ടോ വീഡിയോ എടുത്തത്, കാരണം ചിലർക്ക് അത് ഇഷ്ടാവില്ല. അപ്പോൾ എനിക്കും മനസ്സിന് ഭയങ്കര സന്തോഷമായി. അവസാനം ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഡിമ്പിളിനെയും മോനെയും കുടയിൽ മഴയത്ത് കൊണ്ടുവന്ന് കാറിൽ കയറ്റിയത് ഈ ചേട്ടനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഭയങ്കര ഞാൻ സംഭവം പേരെവിടെയാണെന്നൊന്നും ചോദിച്ചില്ല, കണ്ണാറയിലാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. ഞാൻ കൂടുതലൊന്നും സംസാരിക്കാനും പറ്റില്ല. പക്ഷേ മനസ്സിൽ ഞാൻ പറയില്ലേ, നമുക്ക് എവിടെ നിന്നൊക്കെയോ കുറേ നല്ല ബന്ധങ്ങളും നല്ല മുഖങ്ങളും നമ്മുടെ മനസ്സിൽ മറക്കാണ്ട് ജീവിതത്തിൽ ഇങ്ങനെ കാണും. അതിലത്തെ ഒരു ഫാമിലിയാണ്. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടം തോന്നി. ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കുക ചെയ്തത് ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്നുള്ളത്. സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത് ഞാൻ അവരോട് പറയുകയും ചെയ്തു, നിങ്ങളെപ്പോഴും എൻ്റെ വീഡിയോ കാണാറല്ലേ പതിവ്, നാളെ നിങ്ങളെയും കൂടി കാണാം ഇതിലിട്ടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അവർക്ക് പാച്ചുട്ടനെയും ചാക്കോച്ചനെയും തോമുട്ടനെയും എല്ലാവരുടെയും വിശേഷങ്ങൾ ചോദിച്ചു. അപ്പോൾ അത് ഞാൻ പറയില്ലേ, നമ്മളുടെ വീട്ടിലെ ഒരാളുടെ ഒരു നമ്മുടെ ബന്ധുക്കളെ പോലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഫാമിലി കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ ഒരു ഫാമിലിയെ പരിചയപ്പെടാൻ പറ്റിയതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണെന്ന് പറഞ്ഞതിലും വളരെ സന്തോഷം. അങ്ങനെ ഞങ്ങളിതേ പാച്ചുട്ടനും ഞാനും ഇത് ഞങ്ങൾ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ആ അങ്കിളും ആ ചേട്ടനും ഡിംപിളും മോനും കൂടിയിട്ടാട്ടോ. പക്ഷേ എനിക്ക് പ്രതീക്ഷയില്ലാണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ഫോണും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്തായാലും അവരുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഞങ്ങളിതാ പിന്നെ എവിടെയും ഇറങ്ങിയില്ല, കാരണം നല്ല മഴയുണ്ട്, പാച്ചൂട്ടനെയും കൊണ്ട് ഇറങ്ങണ്ട എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഞങ്ങൾ ബിസ്മിയിൽ ഇറങ്ങി അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുക എന്തെങ്കിലും ചെയ്യാറുണ്ടോ, ഒന്നും ചെയ്തില്ല. നേരെ വീട്ടിലേക്ക് വന്നു. പറഞ്ഞതിലും ഇപ്പോൾ ഡിംപിൾ പറഞ്ഞു, ഡിവൈനെ ഒരു ഗ്ലാസ് കാപ്പി വെച്ചു കൂട്ടാന്ന്. അങ്ങനെ ഇവിടെ വന്നിറങ്ങി വണ്ടിയിൽ നിന്ന് ഒന്നും ഇറക്കിയില്ല കേട്ടോ. കുട്ടികളൊക്കെ ഇടുന്നതിന് ശേഷം ഞാനിപ്പോൾ ഒക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കാറുള്ളൂ, അല്ലെങ്കിൽ അവരത് ഇങ്ങോട്ട് തട്ടി നിൽക്കും. അപ്പോൾ അവർക്ക് ഒരേ കുപ്പി കൊണ്ടുവന്നേന്ന് ഒരേ കുപ്പി ജ്യൂസ് എടുത്ത് കൊടുത്തു. അവർക്കറിയില്ല കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ ബോട്ടിൽ, കാരണം ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, വാങ്ങിക്കാനുള്ള സമയം കിട്ടിയില്ല, സമയമല്ല സാഹചര്യം ശരിയായില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും കയറുമ്പോൾ കൊടുക്കണ്ടേന്ന് വെച്ചിട്ട് അതിൽ നിന്ന് ഓരോ ബോട്ടിലെടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കുക ചെയ്തേട്ടോ. അങ്ങനെ ഞാൻ വന്ന വഴിക്ക് ഇതാ കുളിക്കാൻ ഓടി. കുളി കഴിഞ്ഞ് ഇതായി വന്നോട് കൂടിയിട്ട് എനിക്കെപ്പോൾ ഏത് പാതിരിക്കായാലും കുളി കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി പൗഡർ ഇടണം. അത് പണ്ട് തൊട്ടുള്ള എൻ്റെ മാത്രമല്ല, വലിച്ചേച്ചി അതായത് റോസിൻ്റെ മമ്മിയും അങ്ങനെ തന്നെ കേട്ടോ. അതെന്നെ ഡോണിനും ഉണ്ട് ആ ശീലം, ഡിംപിളിനൊന്നുമില്ല. എനിക്ക് കുളി കഴിഞ്ഞ് വന്ന കഴുത്തിലും ഒക്കെ ഒന്ന് പൗഡർ ഇട്ട് മുഖത്തൊക്കെ ഒന്ന് പൗഡർ ഇട്ട് എപ്പോൾ കിടന്നുറങ്ങണ നേരത്തായാൽ പോലും ഞാൻ കുങ്കുമമൊക്കെ തൊട്ടിട്ടാണ് കിടക്കുക കേട്ടോ. അതെന്തോ അങ്ങനെ ഒരു ശീലം എനിക്കറിയില്ല എന്താണെന്ന്. അപ്പം ഞാൻ വന്നപ്പോൾ പിള്ളേർ ഇതേ 2 പേരും വന്ന് അവർക്ക് കണ്ണെഴുതണം, പുരിക എഴുതണം, പൊട്ടിടണം, അതിനുള്ള അങ്കാണ്. അപ്പം അങ്ങനെ 2 പേർക്കും അങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ഭയങ്കര ഹാപ്പിയായി. ഞാൻ പറയാറില്ല ഇവരാണ് സെറ്റുകാരെന്ന്. അങ്ങനെ 2 പേരും പരസ്പരം അങ്ങോട്ടും അവരുടെ ഭംഗി നോക്കി ആസ്വദിക്കുകയാണ് കേട്ടോ. ആസ്വദിച്ച് പിന്നെ കെട്ടിപ്പിടുത്തായി, എന്താ പറയുക, ഇതാണ് ഇവിടുത്തെ അംഗം. ഫുൾ ടൈം ഇതാണ് ഇവർ ഭയങ്കര ഫ്രണ്ട്സാണോ എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ് അവർ അങ്ങോട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ മെയ്ത്തൊക്കെ പൗഡറുണ്ട്. എനിക്കിത് ഡിംപിൾ വീഡിയോ എടുക്കുന്നൊന്നും അറിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടിയൊക്കെ ഭംഗിയിൽ നിന്നേനെ. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തലയിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടവരെ, പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ മുടി ബാക്കിലേക്ക് ഇടും, എന്നിട്ടാണ് കുങ്കുമം ഇടുക കേട്ടോ. അപ്പോൾ ഡിംപിൾ പറയായിരുന്നു, മമ്മിയുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയില്ലല്ലോ മമ്മി കുളിച്ച് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്, ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പറ്റിച്ച പണി. കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം എനിക്ക് നല്ല വയറുണ്ട്. കുറേ പേരിപ്പോൾ പാച്ചുവിനൊരു സംശയം മമ്മിയുടെ വയറ്റിൽ ബേബി ഉണ്ടോയെന്ന്.
അപ്പോൾ ഞാനും പറയും ആ ബേബി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ കളിയാക്കും കേട്ടോ. അങ്ങനെ പിള്ളേർസിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് ചെല്ലുമ്പോഴാണ് ഡിവൈൻ ഇരിക്കുന്നു വയ്യാണ്ട് ഭയങ്കര കോൾഡും ഒക്കെ കൂടിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കും ഡിവൈനാണ് കാര്യമായിട്ട്. അപ്പോൾ ഡിവൈൻ ഇങ്ങനെ കോൾഡാന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി ഡിവൈനോട് ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഡിവൈൻ്റെ ഇതിലൊരു കമൻറ്റ് കണ്ടു, ഡിവൈനിന് തടിയുണ്ട് ആരോഗ്യമില്ല. എനിക്ക് തീരെ തടിയില്ല, പക്ഷേ നല്ല ആരോഗ്യം, ഇതുവരെ പനിയൊന്നും വന്നിട്ടില്ല, പനി വരാൻ കൊതിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം ഏത് നേരത്താണ് നമ്മൾ പറയുമ്പോൾ എനിക്ക് അനുഭവമാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താ എനിക്ക് മാത്രമില്ലല്ലേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓടി വാരി പൊത്തി നമ്മൾക്കാവും അങ്ങനത്തെ വരിക. അപ്പം തന്നെ ഞാൻ മനസ്സിൽ വെച്ച് കർത്താവേ ആ കുട്ടി അറിയാണ്ട് പറഞ്ഞതാ, ഒന്നും വരുത്തല്ലേ എന്ന് വിചാരിച്ചു ഞാൻ കേട്ടോ. കമൻസിൽ കണ്ടതാണ് ഞാൻ. അങ്ങനെ കുറേ പേര് ഈ പറഞ്ഞ പോലെ വൈറ്റ് സ്റ്റോൺസിൻ്റെ AD സ്റ്റോൺസിൻ്റെ, അപ്പോൾ ഞാൻ അവരോടും കൂടിയിട്ട് പറയാണ്, ഞാൻ വീഡിയോസ് ഡ്രീം കളക്ഷൻസിൽ ഇടുന്നുണ്ട്, അപ്പോൾ അതിലുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് പാറ്റേണുകളും കാര്യങ്ങളും ഉള്ളൂ, പുതിയത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുവിധം ഐറ്റംസ് കാണാം. അത് മാലകളായാലും കമ്മലുകളായാലും പിന്നെ നവരത്നത്തിൻ്റെ സെറ്റായാലും കോറൽ, കരിമണി, പേള് ഞാൻ ഇട്ടിട്ടില്ല. അങ്ങനെ ഒരുവിധം എല്ലതും ഇപ്പോൾ ചാനൽ വഴി നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് കേട്ടോ കാണാം. അപ്പോൾ ഈ താഴെ കാണുന്നതാണ് നമ്മുടെ ചാനലിൻ്റെ പേര്, ഡ്രീം കളക്ഷൻസ് എന്നാണ്. പിന്നെ ഞാനിപ്പോൾ എല്ലാവർക്കും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫോട്ടോസ്, എൻ്റെയോ ഡാഡിയുടെയോ കുട്ടികളുടെയോ ആരുടെയെങ്കിലും ഫോട്ടോസ് ഈ ഓർണമെൻറ്റ്സിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അത് കുറേ പേര് ആവശ്യപ്പെട്ടതനുസരിച്ചാണ്. കാരണം അവർ ഡ്രീം കളക്ഷൻസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വേറെ എന്തൊക്കെയോ ആണ് കാണുന്നത്. അപ്പോൾ തംബ്നെയിൽ നോക്കുമ്പോൾ നമ്മളുടെ ഫോട്ടോ ആണെങ്കിൽ നമ്മളുടെ ആണെന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കാനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കും തോന്നി അത് ശരിയാണെന്ന്. അങ്ങനെ ഞാൻ തംബ്നെയിൽ മൊത്തം ഞങ്ങളുടെ ഫോട്ടോസ്, മറ്റേത് ഞാൻ ഓർണമെൻറ്റ്സിൻ്റെ ഫോട്ടോസ് മാത്രം ഇടാറ്. അപ്പം നമ്മളുടെയും കൂടി ആഡ് ചെയ്ത് തുടങ്ങി നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ ഓർണമെൻറ്റ്സും ഒരുവിധം അതിലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല ചുമയും തൊണ്ടയിലൊരു പിടുത്താണ്. അപ്പോൾ ഞാൻ ചൂട്ടോടെ കുറച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഡിംപിൾ നൂഡിൽസ് ഉണ്ടാക്കി. നല്ല പുതിയൊരു ഫ്ലേവറാണ്, ഭയങ്കര സ്പൈസി ആട്ടോ. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്കൊരു കുരുമുളകിൻ്റെ ഒരു ഇതൊക്കെ വരുമ്പോൾ തൊണ്ടയ്ക്കൊരു സുഖം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിച്ച് ഫ്രൈംസ് കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതങ്ങനെ തന്നെ വെച്ചേക്കാം, ഞാനൊന്നും ചെയ്തിട്ടില്ല, അതിൽ വെച്ച് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഞാൻ വിചാരിച്ചു നാളെ സമാധാനത്തിൽ, കാരണം 4 തരം പാസ്റ്റയുണ്ട്, അതുകൂടാണ്ട് 5 or 6 തരം ഫ്രൈംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സെക്ഷനായിട്ട് ഓരോ ബോക്സിലിട്ട് വെക്കണമെങ്കിൽ സമയം കുറച്ചെടുക്കും, നമ്മൾ തരംതിരിക്കാമെന്ന് പറയില്ലേ. അപ്പോൾ അത് പിന്നെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് കഞ്ഞി മതി എന്ന് പറഞ്ഞു. അതായത് ചോറ് നല്ലോണം വേവിച്ച് കടലുപ്പേരിയും ചമ്മന്തിയും മീൻ വറുത്തതും, അതായിരുന്നു ഇന്നത്തെ രാത്രിയിലത്തെ മെനു കേട്ടോ. അങ്ങനെ അത് നല്ല മഴയത്ത് നമുക്ക് എപ്പോഴും ചൂടുള്ള കഞ്ഞി കുടിക്കാൻ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇന്നലെ ഞാൻ ചെറുപയർ കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ലല്ലോ. അപ്പോൾ ഇന്ന് കടലെടുത്തു, ആ ചെറുപയർ എടുത്തിട്ട് ഉച്ചയ്ക്ക് ചാറ് വെക്കുകയുണ്ടായി കേട്ടോ. ഉച്ചയ്ക്ക് ചെറുപയർ കറിയും മറ്റേ ബീഫ് കറിയായിരുന്നു കറി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാത്രി പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെള്ളം നിറയ്ക്കൽ, അവർക്കുള്ള ഭക്ഷണം കൊടുക്കൽ. അപ്പോൾ ഇന്ന് പാല് ഡിവൈനാണ് കൊടുത്തത്. ഞാൻ പിന്നെ രാത്രി വന്നതിന് ശേഷമാണ് അവർക്ക് ചോറൊക്കെ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ബാക്കി രാത്രിയിലത്തെ കഞ്ഞി ബാക്കി ഡിംപിൾ പഴങ്കഞ്ഞി ആക്കി വെച്ചേക്കുക, നാളെ രാവിലെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കും സന്തോഷമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴങ്കഞ്ഞി കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പുതിയ വലിയ സ്റ്റഡുകൾ കുറേ പേര് ആവശ്യപ്പെട്ടതനുസരിച്ച് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, അതായത് റിപ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഫോട്ടോ എടുത്ത് ഇതിൽ കൂടി ഇടാം. കാരണം പഴയ വീഡിയോസിൽ ഇതുണ്ടെങ്കിലും ഇത് എല്ലാം ചോദിച്ചപ്പോൾ ഒക്കെ ഞാൻ സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്തപ്പോൾ ഞാൻ രണ്ടാമത് നിങ്ങൾക്ക് ആ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് ഫോട്ടോ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് കണ്ടോർ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം ഇത് ഇവിടെ ഇപ്പോൾ ഉണ്ട് എന്ന്. കാരണം ഇതിപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് എടുത്ത ഫോട്ടോസാണ്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ ഇത് എൻ്റെ കയ്യിൽ ഇല്ലാണ്ടിരിക്കില്ല, ഒക്കെ അധികം സെറ്റുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ അങ്ങോട്ട് അവസാനിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ പവർ ബാങ്ക് എടുത്തിട്ട് ഞാൻ ഫോൺ ചാർജ് ചെയ്യാനായിട്ടിരുന്നു. അപ്പോൾ ഇത് എൻ്റെ മാല പ്ലേറ്റ് ചെയ്ത് വന്നതാണ്. ഞാൻ പറയാറില്ലേ, ഞാൻ ഗോൾഡല്ല ഇടാറ്, എൻ്റെ മാലയാണിത്. ഞാൻ സ്ഥിരം വീട്ടിലിടുന്ന മാലയാണ്. ഒരു കുരിശും ഒരു ബ്ലാക്ക് ലോക്കറ്റുള്ള ഒരു മാല. പിന്നെ എൻ്റെ വള നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത് കളർ ഒന്ന് പോയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോൾ ഞാൻ ഏതെങ്കിലും വേറെ മാലകളിടാം. അപ്പോൾ ഞാനത് പ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ കൊണ്ടുവന്ന കൂട്ടത്തിൽ എനിക്ക് തന്നതാണ്, ഡാഡി മേശപ്പുറത്ത് വെച്ചതാണ്. ഞാനത്
കൊണ്ടുവച്ചിട്ടില്ല. ഇപ്പോൾ ഞാനൊരു പേളിൻ്റെ മാല ഇടണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ കംപ്ലൈൻറ്റിൽ ഞാൻ ഇന്നലെ വള കാണിച്ചെന്നില്ലേ, അങ്ങനെ കംപ്ലൈൻറ്റ് വരുന്ന സാധനങ്ങൾ ഞാൻ അടിച്ചു മാറ്റണതാട്ടോ. അങ്ങനെ ഇന്ന് നമ്മുടെ പിള്ളേർസ് ഇവിടെയാണ് പാർക്ക് ചെയ്തേക്കണം. കണ്ടോ 1 2 3 കിടക്കണ കിടപ്പ് കണ്ടോ. എല്ലാം കഴിഞ്ഞ് ഇതേ സ്വസ്ഥമായി വീട് അനങ്ങാണ്ട് ഒരു അനക്കല്ലാത്ത വീടായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. ഇന്ന് കുറേ യാത്ര ചെയ്തു, പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സന്തോഷമുള്ളൊരു ദിവസം, വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്ന ഒരു ദിവസം. അപ്പോൾ എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.